കേരളത്തിൽ NCP മുന്നണി സംവിധാനത്തിൻ്റെ പേരിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണെങ്കിലും ദേശീയ തലത്തിൽ NCP കൃത്യമായും അവർ BJPയുടെ കൂടെയാണ്. NCPയുടെ ഔദ്യോഗിക ഘടകം അത് അജിത് പവാറിൻ്റെ കയ്യിലാണ്. അജിത് പവാറിൻ്റെ പാർട്ടിയായിട്ടുള്ള NCP ഇപ്പോൾ BJPയുടെ മഹായുക്തി സഖ്യത്തിൻ്റെ ഭാഗമാണ്. അതുമാത്രമല്ല, NCP പിളർന്നപ്പോൾ അജിത് പവാർ വിഭാഗവും ശരത് പവാർ വിഭാഗവും വെവ്വേറെ ആയിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ നേട്ടം കൊയ്തെടുക്കാൻ പക്ഷേ കഴിഞ്ഞത് ശരത് പവാർ വിഭാഗത്തിന് തന്നെയാണ്. എന്നാൽ ആ ശരത് പവാറും ഇപ്പോൾ നിലവിൽ കേരള ഘടകത്തെ തള്ളി പറഞ്ഞിരിക്കുന്നു. ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. NCP ഔദ്യോഗികമായ ചിഹ്നം ഉപയോഗിക്കണമെങ്കിലോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിലോ തീർച്ചയായും അവരുടെ ഔദ്യോഗിക ചിഹ്നമായ ഘടികാരം ഉപയോഗിക്കുന്നതിന് BJPയുമായി സഖ്യം ചേർന്നേ മതിയാവുകയുള്ളൂ. കേരളത്തിൽ നിലവിൽ 2 MLA-മാരാണ് NCPക്കുള്ളത്. ഒന്ന് കുട്ടനാട് MLA ആയിട്ടുള്ള തോമസ് കെ തോമസും മറ്റൊന്ന് എലത്തൂർ MLA ആയിട്ടുള്ള AK ശശീന്ദ്രനും. ഇതിൽ AK ശശീന്ദ്രനാണ് നിലവിൽ മന്ത്രി. അദ്ദേഹം കൃത്യമായും അധികാരം ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ്, അധികാരമോഹിയാണ്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നിലനിർത്തണമെങ്കിൽ തീർച്ചയായും വളരെയധികം ബുദ്ധിമുട്ടേണ്ടിയിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ്. NCP മുന്നണി വിട്ടാൽ എല്ലാ രീതിയിലും രാഷ്ട്രീയപരമായി വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ശശീന്ദ്രന് നന്നായി അറിയാം. എന്നാൽ കേരളത്തിൽ NDAയുടെ കൂടെ, അതായത് BJP സഖ്യത്തിൻ്റെ കൂടെ ചേർന്നിട്ട് ഇവിടെ ഒരിടത്തും ജയിക്കാനും പോകുന്നില്ല എന്ന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഉചിതമായ തീരുമാനമെടുക്കാൻ AK ശശീന്ദ്രനും അതുപോലെ തോമസ് കെ തോമസും നിരവധിയായ നേതാക്കളും തയ്യാറെടുക്കുന്നു. എന്നാൽ തോമസ് കെ തോമസും AK ശശീന്ദ്രനും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ ആ പ്രശ്നം അതിരൂക്ഷമാകാതിരിക്കാൻ വലിയ രീതിയിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടായി തീരുമാനിക്കണം എന്ന രീതിയിലൊക്കെ നിലപാടുകൾ വരുന്നുണ്ടെങ്കിലും ആ നിലപാടുകളെയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് AK ശശീന്ദ്രൻ നിൽക്കുകയാണ്. പിണറായിയുടെ വിശ്വസ്തൻ എന്ന രീതിയിൽ ഒക്കെയാണ് AK ശശീന്ദ്രൻ ഇപ്പോഴും മന്ത്രിപദത്തിൽ തുടരുന്നത്. അതല്ലാതെ NCPയുടെ പിന്തുണ വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ആദ്യം LDF. എന്നാൽ മന്ത്രിസഭയിൽ അംഗമായി അദ്ദേഹം തുടരട്ടെ എന്ന പിണറായിയുടെ ഒരൊറ്റ ഉറപ്പിൻ്റെ മേലാണ് ശശീന്ദ്രൻ ഇതുവരെയും മന്ത്രിയായി തുടരാൻ കഴിഞ്ഞത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇനി ഉള്ള ദിവസങ്ങളിൽ NCPക്ക് വലിയ സംഭവമുണ്ടാകും. NCP പിളരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കുറേയധികം പേർ കൃത്യമായും മാണി സി കാപ്പനോടൊപ്പം പോകും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, NCPയിൽ നിന്ന് നേരത്തെ വിട്ടുവന്ന നേതാവാണ് മാണി സി കാപ്പൻ. മാണി സി കാപ്പന് പാലാ സീറ്റ് ഇടതുപക്ഷം നൽകാത്തത് കൊണ്ട് തന്നെ, അഥവാ NCPക്ക് പാലാ സീറ്റ് നൽകാതെ പകരം ജോസ് കെ മാണിക്ക് വെച്ചു കൊടുത്തപ്പോൾ തന്നെ മാണി സി കാപ്പൻ പാർട്ടി വിട്ടതാണ്. അന്നേരം തന്നെ UDF നെഞ്ചേറ്റി. അത് കൃത്യമായും മാണി സി കാപ്പന് വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. 17,000 വരെ വോട്ടുകൾക്ക് മാണി സി കാപ്പൻ പാലായിൽ വിജയിച്ച് കയറുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഇപ്പോൾ NCPയിലെ പിളർപ്പ്. അത് തീർച്ചയായും മാണി സി കാപ്പനിലേക്ക് എത്താനുള്ള വഴിയാകും. മാണി സി കാപ്പൻ ജോസഫ് ഗ്രൂപ്പിലേക്ക് ലയിക്കുമ്പോൾ അത് വലിയ രീതിയിൽ ജോസഫ് ഗ്രൂപ്പിന് ഹൈപ്പ് ഉണ്ടാക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല.